ഓൾറൈറ്റ്, ബൈ നൗ നിങ്ങളൊരു 1000 വട്ടമെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ ലൈഫിൽ കേട്ടിട്ടുണ്ടാകും. ആൻഡ് കുറേയധികം ആൾക്കാർ മില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് കൺസിസ്റ്റൻ്റ്ലി അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിന്ന് ഉണ്ടാക്കുന്നതായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആൻഡ് ഈവൻ ഞാനും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഡീസൻറ്റ് എമൗണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ, അതായത് അഫിലിയേറ്റ് പ്രോഡക്ട്സ് എൻ്റെ ബ്ലോഗിലൂടെ പ്രൊമോട്ട് ചെയ്ത് ഞാനും ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി ദ വൺ സ്റ്റോപ്പ് ഗൈഡ്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാകും വാട്ട് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, എങ്ങനെ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാം, ഏതാണ് ബെസ്റ്റ് അഫിലിയേറ്റ് പ്ലാറ്റ്ഫോംസ്, അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു വൺ സ്റ്റോപ്പ് വീഡിയോ ആണിത്. ആൻഡ് നിങ്ങൾ ഫൈനലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങി കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നതിടം വരെയുള്ള സ്റ്റേജസിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തിട്ട് നമ്മൾ വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വാട്ട് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ലെറ്റ്സ് അസ്യൂം XYZ Corp എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആൻഡ് ആ ഒരു കമ്പനി സോഫ്റ്റ്വെയർ സെല് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് അവർക്കൊരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ $50 ആണ്. അപ്പോൾ ഈ $50 ഈ ഒരു, അതായത് പെർ സെയിലിനകത്ത് അവർക്ക് ആ ഒരു ടോട്ടൽ സെയിൽ ജനറേറ്റ് എന്ന് വെച്ചാൽ $50 ആയിരിക്കും. ആൻഡ് ഈ ഒരു കമ്പനിക്ക് ബ്രേക്ക് ഈവൻ ആവണമെങ്കിൽ അവർക്കൊരു $10 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്രേക്ക് ഈവൻ ആയി. ആൻഡ് എനിത്തിങ് അബൌ ദാറ്റ് ഇസ് ദർ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ $50 അവർ ഓരോ സെയിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും $10 ആയിട്ടുണ്ടെങ്കിൽ $40 ആണ് അവരുടെ പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എനിത്തിങ് അബൌ 10 ഇസ് ദർ പ്രോഫിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ സാധാരണ ഒരാൾ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ $40 അവർക്ക് തന്നെ കിട്ടും. അപ്പോഴാണ് ഈ ഒരു കമ്പനി വന്നിട്ട് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ. ആൻഡ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ആൾക്കാർ ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി അവർക്ക് ഓഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 20% കമ്മീഷനാണ്. ആൻഡ് ഇൻ ദിസ് കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $50 ആണ്. ആൻഡ് ഇനി കമ്പനി പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രോമിസ് ചെയ്യുന്ന ആ ഒരു കമ്മീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20% ആണ്. അപ്പോൾ 20% ഓഫ് $50 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $10 ആണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഇവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ സൈനപ്പ് ചെയ്തിട്ട് ആ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടി സെയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊമോട്ട് ചെയ്ത ആൾക്ക് ഈ കമ്പനി $10 കൊടുക്കും. അപ്പോൾ ഈ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവർക്ക് $10 മതി എന്തായാലും ബ്രേക്ക് ഈവൻ ആവാൻ. പിന്നെ ഒരു $10 ഈ ഒരു കമ്മീഷനായിട്ട് ഈ സെയിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ അവരുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിലവ് വരുന്ന പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $20 ആണ്. അപ്പോൾ ബാക്കി $30 അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏർലിയർ കേസിൽ നോക്കുകയാണെങ്കിൽ അഫിലിയേറ്റ് അല്ലാത്ത രീതിയിൽ ഈ ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് $40 കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ $30 കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഒരു രീതിയിൽ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സെയിലാണ് ഇപ്പോൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് ആ ഒരാൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ കമ്പനി പ്രൊമോട്ടൊന്നും ചെയ്യാതെ തന്നെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സെയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വെറുതെ ഒരു $30 കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ കമ്പനി $20, അതായത് $10 ഇയാൾക്ക്, അതായത് ഈ പ്രൊമോട്ട് ചെയ്ത ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് $30 ജനറേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇനി പ്രൊമോട്ട് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ $10 കമ്മീഷനായി കിട്ടി. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്കും ആ ഒരു പ്രൊമോട്ട് ചെയ്ത അഫിലിയേറ്റ് മാർക്കറ്റിനും ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. രണ്ട് പേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് കമ്മീഷൻ കൊടുക്കുന്നതിനെയാണ്, ആ ഒരു മോഡലിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി കമ്മീഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് തരത്തിലുള്ള കമ്മീഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് കമ്മീഷനാണ്. അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കാം, ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന $100 ആൻഡ് ഈ കമ്പനി പ്രോമിസ് ചെയ്യുന്ന ആ ഒരു കമ്മീഷൻ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $10 ആണ്, അല്ലെങ്കിൽ 10% എന്ന് പറയാം. ഓരോ സെയിൽ ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ 10% ആ ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് ഈ കമ്പനി കമ്മീഷനായി കൊടുക്കും. അപ്പോൾ ഈ $100 പ്രോഡക്റ്റ് ഇയാൾ സെല് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി $10 ആയിരിക്കും ഇവർക്ക് കൊടുക്കുക. ഇനി നെക്സ്റ്റ് വന്ന കമ്മീഷൻ മോഡലാണ് റിക്കറിംഗ് കമ്മീഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിക്കറിംഗ് കമ്മീഷൻ മോഡൽ മെയിൻലി എംപ്ലോയ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർവീസ് ബേസ്ഡ്, അതായത് റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡുള്ള സർവീസസിനൊക്കെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൾ വന്നിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊരു സർവീസ് ആയിട്ട് അത് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാ മാസവും ഈ കമ്പനിക്ക് ഒരു സർട്ടൻ എമൗണ്ട് അവർ ആ ഒരു അതിൻ്റെ പ്രൈസായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു OTTയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഇത്ര എമൗണ്ട് വെച്ച് നമ്മൾ പേ ചെയ്യുമല്ലോ, അതിനാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സർവീസസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ റിക്കറിംഗ് കമ്മീഷനാണ് അവർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഈ കമ്പനിക്ക് കിട്ടുന്ന പൈസ, അത് ഈ ഒരു സെയിൽ ജനറേറ്റ് ചെയ്ത ആ ഒരു യൂസർ കൊടുക്കുന്ന പൈസേൻ്റെ ഒരു സർട്ടൻ പോർഷൻ എടുത്ത് ഈ ഒരു സെയിൽ കിട്ടാൻ സഹായിച്ച അഫിലിയേറ്റ് മാർക്കറ്ററിന് കൊടുക്കുന്നതാണ് റിക്കറിംഗ് കമ്മീഷൻ. അപ്പോൾ കുറച്ച് വെബ് ഹോസ്റ്റിംഗ് VPN കമ്പനീസ് ഒക്കെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന കമ്പനീസാണ് ഇങ്ങനെ റിക്കറിംഗ് കമ്മീഷൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈഫ് ലോങ്, അതായത് എത്രത്തോളം നാൾ ആ റെഫർ ചെയ്ത ആൾ ആ ഒരു കമ്പനിയിൽ സ്റ്റേ ചെയ്യുന്നോ അത്രത്തോളം നാൾ ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് ഒരു റിക്കറിംഗ് കമ്മീഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി രണ്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് കമ്മീഷൻ പ്രോഗ്രാം എന്ന് പറയാം. ഓരോ വട്ടം നിങ്ങളൊരു സെയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആമസോൺ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് റേറ്റ്
കമ്മീഷനായിട്ട് തരും, അവിടെ തീർന്നത്. ഇനി സെക്കൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ വെബ് ഹോസ്റ്റിംഗ്, VPN അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ മോസ്റ്റ്ലി ഈ റിക്കറിംഗ് കമ്മീഷൻ ബേസിൽ പോകുന്നത് കാണാൻ പറ്റും. അതായത് അവർക്ക് മന്ത്ലി ആ ഒരു സെയിം യൂസറിൻ്റെ അടുത്ത് നിന്ന് തന്നെ മന്ത്ലി ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും ആൻഡ് അതിൻ്റെ ഒരു സെർട്ടൈൻ പാർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ SEMrushൻ്റെ അല്ലെങ്കിൽ VPN പ്രോഗ്രാംസിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഈ ഒരു റിക്കറിംഗ് കമ്മീഷൻ മോഡലിനും എക്സാമ്പിളാണ്. ഇനി നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാംസിൻ്റെയും അതേപോലെ തന്നെ ആൾക്കാർ അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് രീതികളുടെയും കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൻ്റെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ആമസോണിലുള്ള ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിൽ ആമസോൺ എനിവെയർ ഫ്രം $1 to $10 ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഡക്റ്റ് കാറ്റഗറി ഓരോ സെയിലിലും ഈ പ്രൊമോട്ട് ചെയ്ത് ആൾക്ക് കൊടുക്കുന്നതാണ്. ഇനി സെക്കൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SEMrush എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് SEO ടൂൾ കിറ്റ് സോഫ്റ്റ്വെയറിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ അകത്ത് അവർ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ $200 ആണ് ഒരു പെർ സെയിൽ ബേസിസിൽ കൊടുക്കുന്നത്. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് സെല്ല് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് $200 ആയിരിക്കും കമ്മീഷനായിട്ട് തരുന്നത്. ആൻഡ് നിങ്ങളൊരു ട്രയൽ, അതായത് ഒരു യൂസർ ക്രെഡിറ്റ് കാർഡ് എൻ്റർ ചെയ്തൊരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $7 കമ്മീഷനായിട്ട് SEMrush തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് ഹോസ്റ്റിംഗ് കമ്പനിയുടെ അഫിലിയേറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വെബ് ഹോസ്റ്റിംഗ് റിലേറ്റഡ് സർവീസസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അപ് ടു $150 പെർ സെയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട്, അതായത് അഫിലിയേറ്റ് പ്രോഗ്രാംസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാൻ പറ്റുക. ആൻഡ് ഇതേപോലത്തെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് നീഷിലും കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നമുക്ക് ആൾക്കാർ എങ്ങനെയാണ് അഫിലിയേറ്റ് പ്രോഡക്ട്സ് റിയൽ ലൈഫിൽ പ്രൊമോട്ട് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും അതേപോലെ പൈസ ഉണ്ടാക്കുന്നുള്ള കുറച്ചധികം എക്സാമ്പിൾസ് നോക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു ബ്ലോഗ് പോസ്റ്റിൻ്റെ അകത്ത് ബെസ്റ്റ് ട്രൈപോഡ്സ് ഫോർ DSLR എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയ ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ഇതിൻ്റെ ആ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത ആൾ കുറേയധികം ട്രൈപോഡ്സ് കമ്പയർ ചെയ്തിട്ട് കുറേയധികം അഫിലിയേറ്റ് ലിങ്ക്സ് പ്രൊമോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഓരോ അഫിലിയേറ്റ് ലിങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു യൂസർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ നോർമൽ ഫ്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കുറച്ച് ബെസ്റ്റ് ട്രൈപോഡ്സിനെ പറ്റി അറിയണം. അവർ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് ബെസ്റ്റ് ട്രൈപോഡ്സ് ഫോർ DSLR എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. ഏതെങ്കിലും ഒരു റാൻഡം റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ ബ്ലോഗ് എഴുതിയ ആളുടെ ആർട്ടിക്കിൾ ഒരു വായിക്കുമ്പോൾ കുറേയധികം അഫിലിയേറ്റ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ പറ്റും. കുറേയധികം കമ്പാരിസണും ഉണ്ടാകും. അപ്പോൾ ഇവർ ഏതെങ്കിലും അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ട്രൈപോഡ് ഇവർ പർച്ചേസ് ചെയ്യും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആൻഡ് ആ ഒരു പർച്ചേസ് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗ് പോസ്റ്റ് എഴുതിയ ആൾക്ക് കുറച്ച് ക്യാഷ് കിട്ടും. ആൻഡ് ഇതാണ് ബ്ലോഗ് പോസ്റ്റിലൂടെ ഒരു എക്സാമ്പിൾ ലൈക്ക് അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ആൻഡ് ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേയധികം അഫിലിയേറ്റ് ലിങ്ക്സ് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു യൂട്യൂബറിന് ക്യാഷ് ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ ബ്ലോഗ് പോസ്റ്റ് ആൻഡ് യൂട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാറ്റഗറീസ് ഓഫ് വേസ് ടു പ്രൊമോട്ട് അഫിലിയേറ്റ് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ കുറേയധികം വേറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓൾറൈറ്റ്, ബൈ നൗ നിങ്ങൾക്ക് എന്താണ് അഫിലിയേറ്റ് പ്രോഗ്രാം, ഏതൊക്കെയാണ് അഫിലിയേറ്റ് ബേസിക് ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ്, പിന്നെ എങ്ങനെയൊക്കെയാണ് അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാം എന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീഷ് കണ്ടുപിടിക്കുക ആൻഡ് സെക്കൻഡ് അഫിലിയേറ്റ് പ്രോഗ്രാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു നീഷ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു നീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആകാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ലൈക്ക് ബ്യൂട്ടി ആൻഡ് ഫാഷൻ, ഗാഡ്ജറ്റ്സ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ, ഓട്ടോമോട്ടീവ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഹോം അപ്ലയൻസസ്, ഇങ്ങനെ ഏതൊരു കാറ്റഗറി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസിലോ അല്ലെങ്കിൽ ബ്ലോഗിലോ വഴി ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു നീഷ് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ആൻഡ് ഈ നീഷിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചധികം ഐഡിയയും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് ബോണസ് ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ നിങ്ങൾ ഫൈനാൻസ് നീഷാണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിരിക്കും എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗാഡ്ജറ്റ്സ് ആൻഡ് ടെക് നീഷാണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാഡ്ജറ്റ്സ്, ആക്സസറീസും സർവീസസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിരിക്കും. ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്, കാർ കെയർ ആക്സസറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ആക്സസറീസും പ്രോഡക്ട്സ് ഒക്കെയാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു നീഷ് ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റും എല്ലാം കൂടി ഇൻറ്റർസെക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്ത് ഫസ്റ്റ് നിങ്ങളുടെ ആ നീഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫിലിയേറ്റ് പ്രോഗ്രാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിത്തിൻ ദാറ്റ് നീഷ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ആ ഒരു പെർട്ടിക്കുലർ നീഷ് പ്ലസ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേയധികം അഫിലിയേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ സിമ്പിൾ ടേംസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു വെബ് ഹോസ്റ്റിംഗ് നീഷിലാണ് ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് പ്ലസ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേയധികം ലിങ്ക്സ് എനിക്ക് കാണാൻ പറ്റും. അതായത് ബ്രാൻഡിൻ്റെ, അതായത്
ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ അഫിലിയേറ്റ് പോർട്ടലിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റും. പിന്നെ റൗണ്ട് അപ്പ് പോസ്റ്റ്, അത് ബെസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആൾക്കാർ എഴുതിയിട്ടുള്ള ബ്ലോഗ് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കുറേയധികം ബേസിക്കലി വെബ് ഹോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേ സിമിലർ ഫാഷനിൽ നിങ്ങളുടെ നീഷ് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേയധികം അഫിലിയേറ്റ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ വെബ് ഹോസ്റ്റിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ക്ലൗഡ് ബേസിൻ്റെ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ആൻഡ് ഈ ക്ലൗഡ് ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ട് ഒരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡറാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇവിടെ 2 ടൈപ്പ് ഓഫ് കമ്മീഷനാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ലാബ് ബേസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് $125 കിട്ടും ഫോർ ഈച്ച് സെയിൽ ദാറ്റ് ഐ ജനറേറ്റ്. ആൻഡ് സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് മോഡലാണ്. ആൻഡ് ഈ ഒരു ഹൈബ്രിഡ് മോഡൽ നോക്കുകയാണെങ്കിൽ എനിക്ക് 30% ഫ്ലാറ്റ് ഒരു കമ്മീഷൻ റേറ്റും കിട്ടും. അതേപോലെ തന്നെ 7% ഫോർ ലൈഫ് ലോങ്. അപ്പോൾ ഞാൻ റെഫർ ചെയ്ത ആൾ ഈ ഒരു ക്ലൗഡ് ബേസിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പേ ചെയ്യുന്ന ഒരു എമൗണ്ടിൻ്റെ 7% ഫോർ ലൈഫ് ലോങ് എനിക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഓൾ ദാറ്റ് ആ ഒരു ഇനീഷ്യൽ സെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് $30 ഫ്ലാറ്റ് കമ്മീഷനും ഈ ഒരു കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഹൈബ്രിഡ് മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ എനിക്ക് ആമസോൺ പ്രോഡക്ട്സ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ജസ്റ്റ് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിലുള്ള pretty much ഏതൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഏതെങ്കിലും ഒരു കാർ കെയർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് നിങ്ങൾക്ക് ആ ഒരു ആംഗിളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് പ്ലസ് അഫിലിയേറ്റ് പ്രോഗ്രാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വൺസ് നിങ്ങൾ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യലാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഹോം പേജിൽ തന്നെ ഒരു സൈൻ അപ്പ് ലിങ്ക് അല്ലെങ്കിൽ രജിസ്റ്റർ ലിങ്ക് ഉണ്ടാകും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫോം ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ചോദിക്കാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ അല്ലെങ്കിൽ URLോ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നുള്ളൂ. അതൊക്കെ ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്തിട്ട് ഇമെയിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അഫിലിയേറ്റ് പ്രോഗ്രാം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 2 തരത്തിലായിരിക്കും അഫിലിയേറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻ മോസ്റ്റ് കേസസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് അവേ നിങ്ങൾക്ക് അഫിലിയേറ്റ് അവരുടെ ഡാഷ്ബോർഡിലേക്ക് ആക്സസ് കിട്ടും. നിങ്ങൾക്ക് റൈറ്റ് അവേ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് കേസിൽ കുറച്ചധികം കേസസിൽ നോക്കുകയാണെങ്കിൽ ഒരു മാനുവൽ വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോകും. ആൻഡ് അവർ മാനുവലി വെരിഫൈ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ലിങ്ക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായാലും അപ്രൂവ് ആവേണ്ടതാണ്. ലൈക്ക് ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായി കൊടുത്തു, നിങ്ങളുടെ പ്ലാനും പറഞ്ഞ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ മോസ്റ്റ് കേസസ് അവർ വിത്തിൻ എ ഡേ ഓർ 2 നിങ്ങളുടെ ആ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ആപ്ലിക്കേഷൻ അവർ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വൺസ് നിങ്ങളുടെ അക്കൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുണീക്ക് അഫിലിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത ആൾക്കാർ ആ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുള്ളൂ. അതായിരിക്കും യുണീക്ക് ട്രാക്കിംഗ് ലിങ്ക് അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് ലിങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ അഫിലിയേറ്റ് ലിങ്ക് ഇനി എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആമസോണിലുള്ള ഒരു പ്രോഡക്റ്റിന് എങ്ങനെ അഫിലിയേറ്റ് ലിങ്ക് അല്ലെങ്കിൽ ട്രാക്കിംഗ് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ആൻഡ് നിങ്ങൾ ആ ഡാഷ്ബോർഡിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ടാബിൽ ആമസോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആമസോണിൻ്റെ നോർമൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിഗേഷൻ ബാറിന് തൊട്ട് മേളിലായിട്ട് സൈഡ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി ഒരു അഫിലിയേറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുക. ആൻഡ് സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വൺസ് നിങ്ങൾ പ്രോഡക്റ്റ് പേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സ്ട്രൈപ്പിൽ ഗെറ്റ് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റൻ്റ് നിങ്ങൾക്ക് ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് വിസിബിൾ ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആ യുണീക്ക് ട്രാക്കിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലിങ്ക് എന്തായാലും കോപ്പി ചെയ്ത് വെക്കുക. ആൻഡ് ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ഡാഷ്ബോർഡാണ്. ആൻഡ് ഞാനിപ്പോൾ ഇത് ഓൾറെഡി സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ആൻഡ് ഷെയർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുണീക്ക് ട്രാക്കിംഗ് ലിങ്ക് ജനറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. സിമിലർ ടു ആമസോണിൽ കിട്ടിയ ലിങ്ക് പോലെ തന്നെ ഇതൊരു ട്രാക്കിംഗ് ലിങ്ക് ആണ്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിൽ കൂടെ കിട്ടുന്ന സെയിൽസിനായിരിക്കും എനിക്ക് കമ്മീഷൻ കിട്ടുക. അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കാം. ഇതേപോലെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും, ഒരു ലിങ്ക്, അതായത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ലിങ്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു നീഷ് കണ്ടുപിടിച്ചു, അഫിലിയേറ്റ് പ്രോഗ്രാം കണ്ടുപിടിച്ചു, ആൻഡ് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ സൈൻ അപ്പ് ചെയ്തു, ആൻഡ് പ്രോഡക്റ്റിനുള്ള ലിങ്കും നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്. അത് ഒബ്വിയസ്ലി ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക ആൻഡ് സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിന് കുറേയധികം മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്സ് ഷെയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ നമുക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്സ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോഗിങ്ങിലൂടെ നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബ്ലോഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. ലെറ്റ് സപ്പോസ് എനിക്ക് ഓൾറെഡി ഒരു ബ്ലോഗ് ഉണ്ട്. ആൻഡ് ഈ ഒരു ബ്ലോഗിൽ ഞാനൊരു ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു
ഹൗ ടു യൂസ് എ DSLR ക്യാമറ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റി ഒരു ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ആർട്ടിക്കിൾ എഴുതുമ്പോൾ എനിക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണ്, ഒരു സെക്ഷനാണ് എങ്ങനെ നിങ്ങൾക്കൊരു സ്റ്റഡി ഫുട്ടേജ് ഈ ഒരു DSLR ക്യാമറയിൽ നിന്ന് കിട്ടാമെന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് സെക്ഷൻ എനിക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ സെക്ഷൻ്റെ അകത്ത് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും, ഓക്കെ നിങ്ങൾക്കൊരു DSLR ക്യാമറ യൂസ് ചെയ്ത് സ്റ്റഡി ഫുട്ടേജ് കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു യൂസ് എ ട്രൈപോഡ്. എന്നിട്ട് ആ ട്രൈപോഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഹൈപ്പർ ലിങ്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റും. ആമസോണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലുള്ള ഒരു ട്രൈപോഡിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് അതെനിക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആമസോണിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ആമസോണിലേക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യും, ട്രൈപോഡ്സ് എന്ന് സെർച്ച് ചെയ്യും, എനിക്ക് ഏതാണോ ട്രൈപോഡ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൈഡ് സ്ട്രൈപ്പ് ചെയ്യുന്ന ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബ്ലോഗ് പോസ്റ്റിലേക്ക് ഡയറക്റ്റ്ലി വന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലോഗ് പോസ്റ്റിൽ ഇപ്പോൾ എൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ബേസിക്കലി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് വായിക്കുകയാണ്, ആ വായിക്കുന്ന ഇടയ്ക്ക് ഈ ലിങ്ക് കാണുന്നു, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി കുറച്ച് കമ്മീഷൻ കിട്ടും. അതാണ് നമ്മൾ ബ്ലോഗിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബേസിക് രീതി എന്ന് പറയുന്നത്. അതിന് ബ്ലോഗ് പോസ്റ്റ് എഴുതുന്നതിനെ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഫുൾ ബ്ലോഗ് പോസ്റ്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു AI ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാതില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ വേർഷൻ ഓഫ് ChatGPT ഒക്കെ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എഴുതാം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടാകുന്ന നിങ്ങളുടെ പ്രോംപ്റ്റ് സ്കിൽസിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് ബ്ലോഗ് പോസ്റ്റ് എന്തായാലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി ഇതേപോലെ തന്നെ വേറെയും കുറേയധികം ടോപ്പിക്സിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ഒക്കെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് ട്രൈപോഡ്സ് ഫോർ DSLR ക്യാമറ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു റൗണ്ട് അപ്പ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറ്റും. ഒരു 10 പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ആ 10 പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ അകത്ത് വന്നിട്ട് ആരെങ്കിലുമൊക്കെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും. ഇനി വേറൊരു എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു MacBook Air M1 ആണ്. ആൻഡ് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് എനിക്ക് ലൈക്ക് ബൈ ഡിഫോൾട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്റർ മാത്രമേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 2 എക്സ്റ്റേണൽ മോണിറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി HDMI വഴി ഈ ഒരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നോർമൽ യൂസറിനെ പോലെ ഞാനും എന്ത് ചെയ്യും, ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യും ഹൗ ടു കണക്ട് 2 എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് ടു മൈ MacBook Air അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കുറേ റിസോഴ്സസ് ഉണ്ടാവും, ബ്ലോഗ് പോസ്റ്റ് ഉണ്ടാവും, ആർട്ടിക്കിൾസും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാകും. ആൻഡ് ഇൻഫാക്ട് ഈ ഒരു ലാപ്ടോപ്പ് ആക്ച്വലി നമുക്ക് 2 എക്സ്റ്റേണൽ മോണിറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഒരു മോണിറ്റർ ഡെസ്ക്ടോപ്പ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലാപ്ടോപ്പ് 2 എക്സ്റ്റേണൽ മോണിറ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു അഫിലിയേറ്റ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിനിങ് ഹൗ ടു യൂസ് ഹൗ ടു കണക്ട് 2 മോണിറ്റേഴ്സ് ടു യുവർ MacBook Air എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി. ആൻഡ് അവിടെ നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ 2 മോണിറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ സാധനം വേണം, ഈ ഡെസ്ക് മോണിറ്റർ ഹബ്ബ് വേണം. ആൻഡ് ഈ ഒരു ഹബ്ബ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ആമസോണിൽ ജനറേറ്റ് ചെയ്തിട്ട് അതവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യൂസർ എന്നതിൽ ഞാൻ സൊല്യൂഷൻ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഡിസ്കവർ ചെയ്യുകയാണ്. ഞാൻ ആ ബ്ലോഗ് പോസ്റ്റ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോന്നോ അതിൽ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് എനിക്ക് 2 മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ അഫിലിയേറ്റ് ലിങ്ക് ആയിട്ട് നമ്മളുടെ ആ ഒരു കോൺറ്റൻറ്റ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ കൊടുത്ത എനിക്ക് യൂസറിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് കമ്മീഷനും കിട്ടി. ആൻഡ് എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ 2 മോണിറ്റർ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹബ്ബ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ലാപ്ടോപ്പ് എനിക്ക് 2 എക്സ്റ്റേണൽ മോണിറ്ററിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റി. സോ ഇറ്റ്സ് എ വിൻ വിൻ ഫോർ ബോത്ത് പാർട്ടീസ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജിസ്റ്റ് കിട്ടിയില്ല, ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിലൊരു പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിക്കുള്ള കോണ്ടന്റ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ബ്ലോഗിലൊക്കെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഈ അതായത് കൺവേർഷൻ റേറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് നോർമൽ കേസസിനെക്കാട്ടും കുറച്ചുകൂടി ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻറ്റ് കൂടുതലുണ്ടാകും. അപ്പോൾ അതും ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ബ്ലോഗ് പോസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതേപോലത്തെ യൂട്യൂബിലും കോണ്ടന്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതേ സെയിം ടോപ്പിക്കിനെ പറ്റി മാക്ബുക്കിൽ എങ്ങനെയാണ് 2 എക്സ്റ്റേണൽ മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുക. ആൻഡ് വീഡിയോയിനെ നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യുക ആൻഡ് അത് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സെയിലിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഇനിയിപ്പോൾ ഏതൊരു ടോപ്പ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് കുറേ അഫിലിയേറ്റ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് ആ അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സാധനം വാങ്ങുകയാണെങ്കിൽ ആ ഒരു യൂട്യൂബറിന് അതിനൊരു സർട്ടൻ എമൗണ്ട് ഓഫ് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വേറൊരു സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ന്യൂസ് ലെറ്റർ ഉണ്ടെങ്കിൽ ഇമെയിൽ ന്യൂസ് ലെറ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിൻ്റെ അലോങ് സൈഡ് ബ്ലോഗ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി 1 or 2
ഒക്കെ ഒരു ഇമെയിൽ അയക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു കോണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ന്യൂസ് ലെറ്ററിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക് സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് റൈറ്റ് ഹിയർ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളാണ് ഒരു ഇമെയിൽ ന്യൂസ് ലെറ്ററിൻ്റെ. ആൻഡ് ഈ ഇമെയിൽ ന്യൂസ് ലെറ്ററിൽ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം കുറേ വാല്യൂ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അവർ അഫിലിയേറ്റ് ലിങ്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ വന്നിട്ട് അഫിലിയേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പിന്നെയും കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നീഷിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫോറംസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചെന്നിട്ട് നിങ്ങളുടെ ആ ഒരു അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതിനുവേണ്ടി ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ യുവർ ഇൻഡസ്ട്രി കുറച്ച് നീഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോറം ഉണ്ടാകും, അല്ലെങ്കിൽ റെഡിറ്റ്, കോറ പോലത്തെ കുറേ ഫോറം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫോറത്തിൽ കൂടെയൊക്കെ ജസ്റ്റ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് റെക്കമെൻഡേഷനൊക്കെ ചോദിക്കുന്നുണ്ടോ ജസ്റ്റ് നോക്കി നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഓഫർ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഫിലിയേറ്റ് പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു റിപ്ലൈ ടൈപ്പ് ചെയ്യുക, അതിൻ്റെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഇത് ജസ്റ്റ് പബ്ലിഷ് ചെയ്യുക, ആ ഒരു കൈൻഡ് ഓഫ് ത്രെഡ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ആൻഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വേറെ ആരെങ്കിലും ആ ഒരു ഫോറം വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പോസ്റ്റർ ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ ഫോറത്തിലൊക്കെ ചെന്നിട്ട് ഇങ്ങനത്തെ ലിങ്ക് വെച്ചിട്ടുള്ള പോസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അവരുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, അവർ ലിങ്ക്സ് ഒക്കെ അലോ ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മോഡറേറ്റ് നിങ്ങൾ ഇൻസ്റ്റൻ്റ്ലി കിക്ക് ഔട്ട് ചെയ്യുന്നതായിരിക്കും ആ ഫോറത്തിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അഫിലിയേറ്റ് ലിങ്ക്സ് അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ കുറച്ചുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ കുറേയധികം മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ടൺസ് ഓഫ് അവന്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാ സ്ട്രാറ്റജീസും എല്ലാ മെത്തേഡ്സും ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറോളം നീണ്ടുപോകും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഞാൻ ഇതിനെപ്പറ്റി സ്ട്രാറ്റജീസ് ടു പ്രൊമോട്ട് യുവർ അഫിലിയേറ്റ് പ്രോഡക്ട്സ് എന്ന ടോപ്പിക്കിനെ പറ്റി ഞാൻ എന്തായാലും ഒരു ഫ്യൂച്ചറിൽ ഒരു വീഡിയോ എന്തായാലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സെയിം പ്രോസസ്സ് റിൻസ് ആൻഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് സെയിൽ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻഡ് ഈ ഫസ്റ്റ് സെയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ ഡാഷ്ബോർഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്തു, എത്ര ആൾക്കാർ റിട്ടേൺ ചെയ്തു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ റീഫണ്ട് ചോദിച്ചു, അല്ലെങ്കിൽ എത്ര കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എപ്പോഴാണ് പേ ഔട്ട്, എത്ര എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്ത്, ഏത് പ്രോഡക്റ്റാണ് സെല് ചെയ്തുള്ള എല്ലാ ഡീറ്റെയിൽസും അനലിറ്റിക്സും നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി ഫൈനലി പേയ്മെൻറ്റ്സ് ആർ തിങ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദീസ് പ്ലാറ്റ്ഫോംസ് എല്ലാ അഫിലിയേറ്റ് പ്ലാറ്റ്ഫോംസിനും ഒരു മിനിമം പേയ്മെൻറ്റ് ത്രഷോൾഡ് ഉണ്ടാകും. ആൻഡ് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിലീസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിലേക്ക് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ $10 എന്തോ ആണ് അവരുടെ ആ ഒരു മിനിമം ഏർണിങ്സ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ടു ഗെറ്റ് ദ പേ ഔട്ട്. അതേപോലെ ഓരോ അഫിലിയേറ്റ് പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് ഒരു മിനിമം ത്രഷോൾഡ് ഉണ്ടാകും. ആൻഡ് അത്രയും നിങ്ങൾ ഏർണിങ്സ് റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേ ഔട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ആ ഒരു മിനിമം പേയ്മെൻറ്റ് ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഏർണിങ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ആ ഒരു അഫിലിയേറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ പേയ്മെൻറ്റ് ത്രഷോൾഡ് അല്ലെങ്കിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ നോളജ് ബേസിലൂടെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അവർ മന്ത്ലി ബേസിസിലാണ് എങ്ങനെയാണ് പേ ചെയ്യുന്നതെന്നും അവരുടെ മിനിമം ത്രഷോൾഡും പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ആൻഡ് മോസ്റ്റ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടും അതുപോലെ പേയ്പാലിൻ്റെ ID കൊടുത്തിട്ട് അതിലേക്ക് പേയ്പാൽ അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് ഏർണിങ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ അഫിലിയേറ്റ് പ്ലാറ്റ്ഫോം അവരുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഈ പേ ഔട്ടിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെക്ഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേയ്പാൽ ID ഒക്കെ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്തിട്ട് മിനിമം ത്രഷോൾഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പേയ്മെൻറ്റ് ഡേറ്റ് ആകുമ്പോഴത്തേനും അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി സംസാരിച്ചു. ആൻഡ് ഐ നോ ഇത് ജസ്റ്റ് ഒരു ഹൈ ലെവൽ ഓവർവ്യൂ മാത്രമാണ്. ഇതിൻ്റെ നിറ്റിഗ്രിറ്റീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായി നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം കാര്യം ഇനിയും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ദിസ് വീഡിയോ വിൽ ബി ലൈക്ക് കപ്പിൾ അവേഴ്സ് ലോങ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഇതിനെ പറ്റിയുള്ള കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് ഇനി നിങ്ങൾ ഫ്യൂച്ചറിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റും പിന്നെ റിലേറ്റഡ് വീഡിയോസിനെയും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇനിയിപ്പോൾ ഫൈനലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻസ് ആൻഡ് റിപ്പീറ്റ് പുതിയ പ്രോഡക്ട്സ് ഫൈൻഡ് ചെയ്യുക, പുതിയ നീഷിൽ എൻ്റർ ചെയ്യുക, അഫിലിയേറ്റ് പ്ലാറ്റ്ഫോംസിൽ സൈനപ്പ് ചെയ്യുക, ലിങ്ക്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നിങ്ങൾ സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ട് കമ്മീഷൻ കിട്ടുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു ബിഗിനേഴ്സ് ഗൈഡ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് ഒരു ബേസിക് ഫ്ലോ. ആൻഡ് നിങ്ങൾക്ക് കസ്റ്റം സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ട്വീക്ക് ചെയ്തിട്ട് ക്രിയേറ്റീവായ രീതിയിലൊക്കെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാൻ പറ്റും. ഞാൻ ആക്ച്വലി കുറേയധികം അഫിലിയേറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ പാർട്ട്ണറാണ്. ആൻഡ് ഞാനിങ്ങനെ കുറേ സെയിൽസ് അത് വെബ് ഹോസ്റ്റിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാംസിൽ അതേപോലെ തന്നെ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാംസിലൊക്കെ എനിക്ക് കുറേയധികം ഏർണിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ബ്ലോഗ് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ. ബൈ.